മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ മൂവ് എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ അത് ചലിക്കും, മൂവ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ ചലിപ്പിച്ചാൽ അവിടെ കറണ്ട് ഉണ്ടാകുമോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചു, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ബലം ഉണ്ടാവും, അപ്പോൾ അത് ചലിക്കും എന്ന് പഠിച്ചു. ഇത് കണ്ടെത്തിയത് ക്രിസ്റ്റൻ ഈസ്റ്റഡ് ആണ്. അപ്പോൾ ക്രിസ്റ്റൻ ഈസ്റ്റഡ് കണ്ടെത്തിയത് ഇങ്ങനെയാണ്: എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ മൂവ്. അപ്പോൾ മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന മറ്റൊരു സയൻറ്റിസ്റ്റ് നേരെ തിരിച്ച് ചിന്തിച്ചു, ഇത് നേരെ റിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചലിപ്പിച്ചപ്പോൾ കറണ്ട് ഉണ്ടായല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചലിപ്പിക്കുമ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടാക്കിക്കൂടെ? അതായത് കറണ്ട് ഒഴുകിയപ്പോൾ കണ്ടക്ടർ ചലിച്ചു എങ്കിൽ നമുക്ക് നേരെ തിരിച്ച് കണ്ടക്ടർ ചലിപ്പിച്ച് കറണ്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് മൈക്കൽ ഫാരഡെ ചിന്തിച്ചു. അതായത് എ കണ്ടക്ടർ മൂവ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് ചലിപ്പിച്ചാൽ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മൈക്കൽ ഫാരഡെ ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലൊരു എക്സ്പെരിമെൻ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കൽ ഫാരഡെയാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് നമുക്കൊന്ന് നോക്കാം. ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഒരു ബാർ മാഗ്നറ്റ് ആണ്. രണ്ടാമത് വേണ്ടത് ഒരു സോളിനോയിഡ് ആണ്. പിന്നെ വേണ്ടത് ഒരു ഗാൽവനോമീറ്റർ ആണ്. ഈ ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലുള്ള വളരെ കുറഞ്ഞ കറണ്ട്, സ്മോൾ കറണ്ട്, വളരെ കുറഞ്ഞ കറണ്ടും അതിൻ്റെ കറണ്ടിൻ്റെ ആ പ്രസൻസും അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ സൂചി 0 ആ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഇനി സൂചി എങ്ങോട്ടെങ്കിലും വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവിലേക്കോ നെഗറ്റീവിലേക്കോ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സോളിനോയിഡിലൂടെ അല്ലെങ്കിൽ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ ഗാൽവനോമീറ്ററിന്റെ സൂചി നിൽക്കുന്നത് 0 അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇപ്പോൾ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. നോക്കൂ, അപ്പോൾ മൈക്കൽ ഫാരഡെ നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബാർ മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ചലിപ്പിക്കുന്നില്ല. ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്ററിൻ്റെ സൂചി 0 ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. അതിനർത്ഥം ഈ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ബാർ മാഗ്നറ്റിൻ്റെ ഈ നോർത്ത് പോള് ഞാൻ ഇങ്ങോട്ട് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നു, മൂവ് ചെയ്തു. നോർത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് മൂവ് ഇൻ ടു ദ സോളിനോയിഡ്. ഇതുകൊണ്ട് ചലിപ്പിക്കുന്ന സമയത്ത് അപ്പം എന്ത് ചെയ്യും? ഈ ഗാൽവനോമീറ്ററിലെ നീഡിൽ എന്ത് ചെയ്യും? സൂചി ഒരു ഭാഗത്തേക്ക്, ഒന്നുകിൽ ഇടത് ഭാഗം അല്ലെങ്കിൽ വലത് ഭാഗം, ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചലിക്കും. നമുക്ക് ഇവിടെ ഇപ്പം എന്താ പറയുക, ലെഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും, ലെഫ്റ്റ് ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ബാർ മാഗ്നറ്റ് ഇപ്പോൾ സോളിനോയിഡിനുള്ളിലാണ്. അപ്പോൾ ഈ നീഡിൽ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ മൂവ് ചെയ്ത സമയത്ത് ഈ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു. അത് ഗാൽവനോമീറ്ററിലൂടെ പോയപ്പോഴാണ് ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിനുള്ളിൽ കുറച്ച് സമയം ഇവിടെ വെക്കുക. ബാർ മാഗ്നറ്റ് കെപ്റ്റ് സ്റ്റേഷനറി ഇൻ ദ സോളിനോയിഡ്. സോളിനോയിഡിനുള്ളിൽ കുറച്ച് സമയം നിശ്ചലമാക്കി വെക്കുക. ആ സമയത്ത് നോക്കുക, ഇവിടെ ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ബാർ മാഗ്നറ്റ് ഈ സോളിനോയിഡിനുള്ളിൽ ഇങ്ങനെ സ്റ്റേഷനായിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടാ,
ഈ സമയത്ത് ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ 0. കാരണം എന്താ, ആ സമയത്ത് ഇത് സ്റ്റേഷനറി ആക്കി വെക്കുന്ന സമയത്ത് ഇവിടെ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഡിഫ്ലക്റ്റ് ചെയ്തു. ഈ ദ ബാർ മാഗ്നറ്റ് കെപ്റ്റ് സ്റ്റേഷനറി ഇൻ ദ സോളിനോയിഡ്. ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ, ദർ ഈസ് നോ കറണ്ട് ഇൻ ദ സോളിനോയിഡ്, ഓൾസോ ഇൻ ഗാൽവനോമീറ്റർ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അടുത്തത് നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്, നമ്മൾ ഈ ബാർ മാഗ്നറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുക, വിഡ്രോ. ബാർ മാഗ്നറ്റ് വിഡ്രോ ഫ്രം ദ സോളിനോയിഡ്, അല്ലെങ്കിൽ മൂവ് ഔട്ട് ദ സോളിനോയിഡ്, പുറത്തേക്ക് എടുക്കുക. അപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഗാൽവനോമീറ്ററിൻ്റെ സൂചി അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എതിർദിശയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. നേരത്തെ ലെഫ്റ്റിലേക്കായിരുന്നു, അപ്പോൾ ഇനി നേരെ അടുത്ത് റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ബാർ മാഗ്നറ്റ് ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അപ്പോൾ നീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതിനർത്ഥം എന്താകുമ്പോൾ മനസ്സിലാക്കേണ്ടത് അറിയോ, ഈ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആണ്. നേരത്തെ ഉണ്ടായ ഡയറക്ഷനിലല്ല, നേരത്തെ ഈ നീഡിൽ ഇങ്ങോട്ടാണ്, അപ്പോൾ കറണ്ട് ഉണ്ടായത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ കറണ്ട് ഉണ്ടായി. ഇനി പുറത്തേക്ക് എടുത്തപ്പോൾ ഇങ്ങോട്ട്, അപ്പോൾ അതിനർത്ഥം എന്താ, അപ്പോൾ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടുണ്ടായി എന്ന് മനസ്സിലാക്കാം. ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, കറണ്ട് ഉണ്ടായി, കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു പുറത്തേക്ക് എടുത്തപ്പോൾ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സോളിനോയിഡിനുള്ളിലേക്ക് ഈ ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് പുറത്തേക്ക് എടുക്കുന്ന സമയത്തും മാത്രമാണ് ഇവിടെ കറണ്ട് ഉണ്ടായത്. ഈ ബാർ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേഷനറി ആക്കി വെച്ചാൽ, നിശ്ചലമാക്കി വെച്ചാൽ അപ്പോൾ കറണ്ട് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്താം. നമ്മൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ കൊണ്ടുവരിക. നേരത്തെ നമ്മൾ നോർത്ത് പോൾ കൊണ്ടുവരിക, ഇനി സൗത്ത് പോൾ കൊണ്ടുവരിക. അപ്പോൾ സൗത്ത് പോൾ കൊണ്ടുവരുന്ന സമയത്ത്, ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും, ദ സൗത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് മൂവ് ഇൻ ടു ദ സോളിനോയിഡ്, ദെൻ ദ നീഡിൽ ഓഫ് ദ ഗാൽവനോമീറ്റർ ഓൾസോ ഡിഫ്ലക്റ്റ്. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നേരത്തെ ഡിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നേരത്തെ നമ്മൾ നോർത്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ടല്ല ഡിഫ്ലക്റ്റ് ചെയ്തത്, ലെഫ്റ്റിലേക്കല്ല. അപ്പോൾ ഇത് സൗത്ത് കൊണ്ടുവരുമ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് അല്ല, റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത് പുറത്തേക്ക് എടുക്കുമ്പോഴുണ്ടാവും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത് ഏതായാലും മാഗ്നറ്റിൻ്റെ ഏത് പോളായാലും വേണ്ടില്ല, നോർത്ത് ആയാലും വേണ്ടില്ല, സൗത്ത് ആയാലും വേണ്ടില്ല, ഈ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തത്, കറണ്ട് ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഞാൻ ഇത് പുറത്തേക്ക് എടുക്കുമ്പോഴോ അപ്പോൾ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ ഞാൻ ഈ സോളിനോയിഡിന് ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ സോളിനോയിഡും ബാർ മാഗ്നറ്റും കൂടെ ഞാൻ രണ്ടും സെയിം ഡയറക്ഷനിൽ സെയിം സ്പീഡിൽ മൂവ് ചെയ്യിക്കുക, രണ്ടും ഒരേപോലെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷനിൽ സെയിം സ്പീഡിൽ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ ഗാൽവനോമീറ്ററിൽ ഈ നീഡിൽ നോക്കുക, അത് 0-യിലാണ്. കാരണം രണ്ടും ഒരേപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ അല്ലേ, രണ്ടും ഒരേ സെയിം സ്പീഡിലാണ്. ഇവിടെ രണ്ടും ഒരേപോലെ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തില്ല, അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല. അതായത് ഈ സോളിനോയിഡിന് ഉള്ളിലാണ് ഇപ്പോൾ മാഗ്നറ്റ് ഉള്ളത്. എന്നിട്ട് ഞാൻ സോളിനോയിഡ് ഇങ്ങനെ ചലിപ്പിക്കുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മാഗ്നറ്റ് രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചലിപ്പിക്കാം. ഓക്കെ, അന്നേരം ഇവിടെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ ഈ മാഗ്നറ്റ് ഞാനിവിടെ സ്റ്റേഷനറി ആക്കി വെക്കുക. മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി നിശ്ചലമാക്കി വെച്ചിട്ട് ഈ സോളിനോയിഡ് ചലിപ്പിക്കുക. ഇവിടെ ഞാൻ ഈ സോളിനോയിഡ് ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവരിക. ഈ സോളിനോയിഡ് കൊണ്ടുവരുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും, ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഇവിടെ മാഗ്നറ്റ് ഇവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് സോളിനോയിഡ് ചലിപ്പിച്ചാലും ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കറണ്ട് ഉണ്ടാവാൻ ഒന്നെങ്കിൽ മാഗ്നറ്റ് ചലിച്ചാൽ മതി, അല്ലെങ്കിൽ സോളിനോയിഡ് ചലിച്ചാൽ മതി. ഏതെങ്കിലും ഒരാൾ ചലിച്ചാൽ മതി. മാഗ്നറ്റോ അല്ലെങ്കിൽ സോളിനോയിഡോ ആരെങ്കിലും ഒരാൾ ചലിച്ചാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് അവിടെ സോളിനോയിഡിലെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ശക്തിയേറിയ കാന്തം ഉപയോഗിച്ചുകൊണ്ടും പിന്നെ ഈ നമ്പർ ഓഫ് ടേൺസ്, സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അന്നേരം നമ്മളിവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സോളിനോയിഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഗാൽവനോമീറ്ററിലെ നീഡിൻ്റെ ഡിഫ്ലക്ഷൻ്റെ സ്പീഡ് കൂടും. ഇപ്പോൾ ഈ ഒരു സോളിനോയിഡിലേക്ക് നിങ്ങൾ ഈ മാഗ്നറ്റിന് മൂവ് ചെയ്യുമ്പോൾ ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ സ്പീഡ് കുറവായിരിക്കും. നേരെ മറിച്ച് ഈ ഒരു ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ഇതിനെ അപേക്ഷിച്ച് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയ ഈ ഒരു സോളിനോയിഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിന് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇവിടെ ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ സ്പീഡ് കൂടുതലേക്കാണ്. ഇവിടെ നീഡിൽ
നീഡിൻ്റെ ഡിഫ്ലക്ഷൻ്റെ സ്പീഡ് കുറവായിരിക്കും, മെല്ലെ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നല്ല ഫാസ്റ്റിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, കാരണം ഇവിടെ കൂടുതൽ കറണ്ട് ഉണ്ടായി. ഇവിടെ ഇൻഡ്യൂസ്ഡ് ആ ഈ കറണ്ട് ഇവിടെ കൂടുതലാണ്, കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവിടെ അതായത് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സോളിനോയിഡ് മാഗ്നറ്റ് ചലിപ്പിക്കുമ്പോൾ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏത്? നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വെൻ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ദ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓൾസോ ഇൻക്രീസസ് എന്ന് പറയാം. പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക. നമ്മൾ ഒന്നും കൂടി സ്ട്രെങ്ത് കൂടിയ സ്ട്രോങ്സ്റ്റ് ആയ ഒരു മാഗ്നറ്റ് ഉപയോഗിക്കാം. അപ്പോൾ സ്ട്രോങ് ആയ ഒരു മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? നീഡിൻ്റെ ഡിഫ്ലക്ഷൻ്റെ സ്പീഡ് കൂടും, അപ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ മാഗ്നറ്റോ അല്ലെങ്കിൽ സോളിനോയിഡോ ചലിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ മാഗ്നറ്റിൻ്റെയോ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെയോ ചലിപ്പിക്കുന്ന ആ മൂവ് ചെയ്യുന്ന സ്പീഡ് കൂട്ടുക. നിങ്ങൾ ഈ മാഗ്നറ്റ് മെല്ലെ ചലിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് കുറവായിരിക്കും. ഇനി നമ്മൾ മാഗ്നറ്റ് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് ചലിപ്പിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫാസ്റ്റ് കൂടുമ്പോൾ അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സാണ്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ കറണ്ട് കൂടും. രണ്ടാമത്തത് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്. മൂന്നാമത്തത് സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്ത ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായത്, അതായത് എന്തുകൊണ്ടാണ് നീഡിൽ ഓഫ് ദി ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ്. അപ്പൊ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം ഇവിടെ ഈ മാഗ്നറ്റോ അല്ലെങ്കിൽ സോളിനോയിഡോ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ഉണ്ടായി. ആ ഉണ്ടായ കറണ്ട് സോളിനോയിഡിലൂടെ പാസ് ചെയ്തു. അപ്പോൾ അത് ഗാൽവനോമീറ്ററിലൂടെയും പാസ് ചെയ്തു. ഉണ്ടായ കറണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോഴാണ് നീഡിൽ റിഫ്ലക്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെ കേസിലാണ് ഇവിടെ കറണ്ട് ഉണ്ടായത് നോക്കാം. ഇവിടെ കറണ്ട് ഉണ്ടായത് 2 കേസുകൾ ഇങ്ങനെയാണ്. ഒന്ന്, ഈ മാഗ്നറ്റ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് എടുക്കുക, അപ്പോൾ കറണ്ട് ഉണ്ടായി. മാഗ്നറ്റ് ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ സ്റ്റേഷനറി ആക്കി വെച്ചാൽ, നിശ്ചലമാക്കി വെച്ചാൽ ഇവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് എടുക്കുക, ഉള്ളിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോഴും അപ്പോൾ കറണ്ട് ഉണ്ടായി. ഉള്ളിൽ വെച്ചാൽ ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സോളിനോട് ചലിപ്പിച്ചു. ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെച്ച് സോളിനോട് ചലിപ്പിച്ചപ്പോൾ കറണ്ട് ഉണ്ടായി. പിന്നെ ഉണ്ടാവാത്ത ഒരു കേസ് ഉണ്ട്. കറണ്ട് ഇവിടെ ഉണ്ടാവാത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് മൂവ് ചെയ്തപ്പോൾ അവിടെ കറണ്ട് ഉണ്ടായില്ല. ഓക്കെ, ഇനി ഏതൊക്കെ കേസുകളിലാണ് ഇവിടെ ഉണ്ടായ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടിയത്, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയത്? 3 കേസിലാണ് കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടിയത്. ഒന്ന്, ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോൾ കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂടി. രണ്ടാമത്തേത് ഇവിടെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടി, അപ്പോൾ ഇവിടെ ഉണ്ടായ കറണ്ട് കൂടി. മൂന്നാമത്തേത് ഇവിടെ ഈ മാഗ്നറ്റ് നമ്മൾ ചലിപ്പിച്ച സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് കൂടിയപ്പോഴും കറണ്ട് കൂടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മാഗ്നറ്റും സോളിനോയിഡും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായ സമയത്ത് സർക്യൂട്ടിലൂടെ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ മാഗ്നറ്റ് നമ്മൾ സോളിനോയിഡിനുള്ളിലേക്ക് ചലിപ്പിക്കുന്നതും പുറത്തേക്ക് എടുക്കുമ്പോഴൊക്കെ ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചത് നോക്കൂ. നമുക്കറിയാം, ഒരു മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്ന് പറയും. മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. നോക്കൂ, നമ്മളിപ്പോൾ ഈ 2 പിക്ചർ ഒന്ന് നമ്മൾ കമ്പയർ ചെയ്യുക, എ പിക്ചർ, ബി പിക്ചർ. നോക്കൂ, ഈ എ എന്ന് പറയുന്ന പിക്ചറിൽ അവിടെ സോളിനോഡിൻ്റെ അപ്പുറത്ത് ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സോളിനോഡിനുള്ളിൽ ഫ്ലക്സ് ഒന്നുമില്ല, കാരണം മാഗ്നറ്റ് പുറത്താണ്. ഈ ബി പിക്ചർ നോക്കൂ. ബി പിക്ചറിൽ ഞാൻ ആ മാഗ്നറ്റിനെ സോളിനോയിഡിനുള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ചലിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഫ്ലക്സ് സോളിനോയിഡിനുള്ളിലല്ലേ ഉള്ളത്? നോക്കൂ, ശരിയല്ലേ? ഇപ്പം ഇവിടെ ഏത് കേസിലാണ്, എ കേസിലാണോ ബി കേസിലാണോ ഇവിടെ ഈ സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സ് കുറവുള്ളത്? നോക്കൂ, എ കേസിൽ ഫ്ലക്സ് സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സ് കുറവല്ലേ?
ഫ്ലക്സ് മാഗ്നറ്റിന്റെ അടുത്താണുള്ളത്. പക്ഷേ ഇപ്പൊ ഈ സോളിനോയിഡിൽ ഫ്ലക്സ് ഒന്നുമില്ല, കാരണം മാഗ്നറ്റ് പുറത്താണ്. എന്നാൽ ബി കേസ് നോക്കൂ. ബി കേസിൽ ഇവിടെ ഈ സോളിനോയിഡുമായി ബന്ധപ്പെട്ട ലിങ്ക് ചെയ്ത ഫ്ലക്സ് കൂടുതലാണ്. കാരണം എന്താ? ഇപ്പൊ മാഗ്നറ്റ് ഉള്ളിലാണ്, ശരിയല്ലേ? അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ മാഗ്നറ്റ് ഉള്ളിലേക്ക് ചലിപ്പിക്കുമ്പോൾ, ചലിപ്പിക്കുന്ന സമയത്ത് ഈ ഫ്ലക്സ് ഇതിനുള്ളിലായി, പുറത്തേക്ക് എടുക്കുമ്പോൾ ഫ്ലക്സ് പുറത്തായി. അപ്പൊ ഇവിടെ ഞാൻ ഈ മാഗ്നറ്റ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ചേഞ്ചസ്. അതായത് ഈ കോയിലുമായി ബന്ധപ്പെട്ട ലിങ്ക് ചെയ്ത ഫ്ലക്സിന് ചേഞ്ച് വന്നില്ല. ഇപ്പൊ ഇവിടെ എന്തില്ല? ഇവിടെ ഫ്ലക്സ് ഇല്ല, പക്ഷെ ഇപ്പൊ ഇവിടെ ഫ്ലക്സ് ഉണ്ട്. അപ്പൊ ചേഞ്ച് ആണ്. ഇല്ല, ഉണ്ട്, അല്ലേ? ഇല്ല, ഇവിടെ ഫ്ലക്സ് ഇല്ല, ഇവിടെ ഫ്ലക്സ് ഉണ്ട്. അപ്പൊ ഒരു ചേഞ്ച് ആണ്. അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF, ഒരു കറണ്ട് ഉണ്ടായി നമുക്ക് പറയാം, ശരിയല്ലേ? ഇവിടെ ഇതിന് ചലിപ്പിക്കുന്ന സമയത്ത് ആണ് ഇവിടെ കറണ്ട് ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ മാഗ്നറ്റിന് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? ഫ്ലക്സ് ഉണ്ടായി. ഫ്ലക്സ് വന്നു. ഇപ്പൊ ഇവിടെ സോളിനോയിഡിൽ ഫ്ലക്സ് ഇല്ല, ഇപ്പൊ സോളിനോയിഡിൽ ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഈ സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സ് ചേഞ്ച് ചെയ്തപ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടായി, ശരിയല്ലേ? ഒരു ചെറിയൊരു ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടായി. ഇനി ഞാൻ ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ചേഞ്ച് ഉണ്ടായി, കാരണം അപ്പോൾ ഫ്ലക്സ് ഇല്ല. നേരെ മറിച്ച് ഞാൻ ഈ മാഗ്നറ്റ് ഈ സോളിനോയിഡിനുള്ളിൽ ഇങ്ങനെ സ്റ്റേഷനറി ആക്കി വെച്ചാൽ, ഇതിനുള്ളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഫ്ലക്സ് ഉണ്ടെങ്കിലും ചേഞ്ച് ഇല്ല, ശരിയല്ലേ? ചേഞ്ച് ഇല്ല. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് അന്നേരം ഇവിടെ കറണ്ട് ഉണ്ടായില്ല. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഫ്ലക്സ് ഉള്ളത് കൊണ്ട് കറണ്ട് ഉണ്ടാവില്ല, ഫ്ലക്സിന് ചേഞ്ച് വേണം. എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുക? ഞാൻ ഈ മാഗ്നറ്റിന് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചേഞ്ച് ഉണ്ടായി, പുറത്തേക്ക് എടുക്കുമ്പോഴും ചേഞ്ച് ഉണ്ടായി. ഫ്ലക്സ് വന്നു, ഒരു ചേഞ്ച്, ഫ്ലക്സ് പോയി, അതൊരു ചേഞ്ച്. പക്ഷെ ഞാൻ ഈ മാഗ്നറ്റ് ഉള്ളിൽ വെച്ചാലോ, അപ്പോൾ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഇല്ല, ഫ്ലക്സ് ഉണ്ട്, ചേഞ്ച് ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ മാത്രമേ അവിടെ ഒരു കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നേരം ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഉണ്ടാവുക എന്നർത്ഥം, ഇൻഡ്യൂസ് ചെയ്യുക, പ്രേരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? അതായത് when the magnetic flux linked with a coil changes and current will be induced in the coil. This phenomenon is called electromagnetic induction. എന്ന് വെച്ചാൽ ഈ സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവുക, ഒരു ചെറിയൊരു EMF, ചെറിയൊരു വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാവുക. ആ കറണ്ടിന് ആ ഒരു കറണ്ട് ഉണ്ടാവുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടച്ചു വെച്ചൊരു ഡോറ് അടച്ചു വെച്ചു, അപ്പോൾ ഒന്നുമില്ല. അത് തുറക്കുമ്പോൾ അതൊരു ചേഞ്ച്, ആ ഡോർ തുറന്നു, അതൊരു ചേഞ്ചാണ്. അതുപോലെ തുറന്നു വെച്ചാൽ ചേഞ്ച് ഇല്ല. ഇനി എപ്പോഴും ചേഞ്ച് ഉണ്ടാവുക? അത് അടയ്ക്കുമ്പോൾ. അപ്പോൾ അടയ്ക്കുമ്പോൾ അതൊരു ചേഞ്ചാണ്. അപ്പോൾ ഈ ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും മാത്രമാണ് അവിടെ ചേഞ്ച് ഉണ്ടായത്. തുറന്നു വെച്ചാൽ ചേഞ്ച് ഇല്ല, അടച്ചു വെച്ചാൽ ചേഞ്ച് ഇല്ല. അല്ലെ നമുക്ക് ഇങ്ങനെ പറയാം, ഒരാൾ റൂമിലേക്ക് കടന്നു വരിക, കടന്നു വരുമ്പോൾ അതൊരു ചേഞ്ചാണ്. ഹായ് വന്നു, അപ്പോൾ ഒരു ചേഞ്ച്. ഇനി വന്ന് നിന്നാൽ ഒന്നുമില്ല, പിന്നെ പുറത്തേക്ക് പോകുമ്പോഴും പോയി, ഒരു ചേഞ്ച്, ശരിയല്ലേ? അപ്പോൾ ഈ വരുമ്പോഴും പോകുമ്പോഴും മാത്രമേ അവിടെ ചേഞ്ച് ഉള്ളത്. അപ്പോൾ മാത്രമേ ഫ്ലക്സിന് ചേഞ്ച് ഉള്ളൂ, അപ്പോൾ മാത്രമേ EMF ഉണ്ടാവുള്ളൂ. വന്ന് നിന്നാലൊന്നുമില്ല, അപ്പോൾ ചേഞ്ച് ഇല്ല, പോയി കഴിഞ്ഞാലൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സോളിനോയിഡുമായി ലിങ്ക് ചെയ്ത ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. അങ്ങനെ EMF ഉണ്ടാവും, ആ ഒരു അല്ലെങ്കിൽ ചെറിയൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ഈ വൈദ്യുതിയെ, കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയും. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു വോൾട്ടേജിന് നമുക്ക് ആ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, ആ വോൾട്ടേജിന് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിന് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3 ഫാക്ടേഴ്സാണ്. നേരത്തെ പറഞ്ഞു 3 ഫാക്ടേഴ്സ്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, നേരത്തെ എക്സ്പെരിമെന്റ് പറഞ്ഞല്ലോ, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ ഇവിടെ EMF കൂടി അല്ലെങ്കിൽ കറണ്ട് കൂടി. രണ്ടാമത്തത് ഇവിടെ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്. മൂന്നാമത്തത് ഇവിടെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു സോളിനോയിഡ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉണ്ടാവുന്ന ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടറാണ്. ഒന്ന് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ശരിയല്ലേ? നേരത്തെ നമ്മൾ ഇവിടെ നമ്മൾ
നോർത്ത് നമ്മൾ മൂവ് ചെയ്തപ്പോൾ കറണ്ട് ഉണ്ടായ ഡയറക്ഷൻ അല്ല സൗത്ത് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് മാറുമ്പോൾ ഉണ്ടാവുന്ന EMFന്റെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷനും മാറിയല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് നേരത്തെ നമ്മൾ നോർത്ത് ഭാഗം ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ വലത് ഭാഗം ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു, ശരിയല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സൗത്ത് കൊണ്ടുവന്നപ്പോൾ റൈറ്റിക്ക് ഇത് ഡിഫ്ലക്ട് ചെയ്ത്, അപ്പോൾ അവിടെ കറണ്ട് ഡയറക്ഷൻ മാറി. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറാനുള്ള കാരണം ഫീൽഡ് ഡയറക്ഷൻ മാറിയതല്ലേ, നോർത്ത് സൗത്ത് മാറി. അപ്പോൾ ഒരു ഫാക്ടർ ഫീൽഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. കാരണം നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ കറണ്ട് ഒരു ഡയറക്ഷനിലാണ്, പക്ഷെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഉണ്ടാവുന്ന കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ ഈ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ്, മൂവ്മെന്റ് ഓഫ് മാഗ്നറ്റ് ഓർ സോളിനോയിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ രണ്ടെണ്ണമാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പിന്നെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് സോളിനോയിഡ് ഓർ മാഗ്നറ്റ്. ഓക്കെ, നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിയാലും മൂവ്മെന്റ് ഡയറക്ഷൻ മാറിയാലും അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിയാലും മൂവ്മെന്റ് ഡയറക്ഷൻ മാറിയാലും അവിടെ കറണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ റിലേഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത് ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇത് മറ്റൊരു റൂളാണ് റൈറ്റ് ഹാൻഡ് റൂള്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചു, ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും, അപ്പോൾ അത് മൂവ് ചെയ്യും. ആ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചത്. മനസ്സിലാക്കുക, മൂവ്മെന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകും, ആ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പത്താൻ ശ്രദ്ധിക്കുക, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ച് നിങ്ങൾ മൂവ് ചെയ്താൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കത് കണ്ടുപിടിക്കുക. ഓക്കെ,